എല്ലാവർക്കും മഞ്ജൂസ് ക്രാഫ്റ്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് അതൊരു ട്രാൻസ്പെറന്റ് ഷീറ്റ് പേപ്പർ എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഒരു പൂവിന്റെ മോഡലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്, 5 പൂവിന്റെ മോഡൽ. അപ്പോൾ നമുക്ക് ആ 5 ആദ്യം കല്ല് വെച്ചൊന്നും പച്ച വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. കല്ല് സ്റ്റോൺസ് ഞാനൊരു ബ്രൗൺ കളർ കല്ലും അതുപോലെ തന്നെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളർ നമ്മൾ അതിൻ്റെ സെന്ററിൽ വെച്ച് കൊടുത്തിട്ട് ബ്രൗൺ കളർ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് 5 ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കൂടെ. ഇനി ഞാനൊരു ഗോൾഡൻ കളറ് നൂലെടുത്തിട്ടുണ്ട്. നമുക്ക് ആ നൂലിലേക്ക് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റോൺ കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ പിറകിലേക്ക് പശ തേച്ച് കൊടുത്തേക്ക് നൂലിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 5 കുറച്ച് സ്പേസ് ഇട്ട് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക് ഇതാണ്. നമ്മളപ്പോൾ 5 നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ ആദ്യം നടുക്ക് വെച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് സെൻറ്റർ, അല്ലെങ്കിൽ 2 സൈഡിലും കൂടെ കുറച്ച് ഗോൾഡൻ കളർ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ബലം കിട്ടാനാണ്. ഇതിൻ്റെ കുറച്ച് ഈ സ്റ്റോണും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് വീഡിയോ ഓഫായിരുന്നു. അപ്പോൾ നടുക്ക് വേറെ സ്റ്റോണും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. ഇനി നമുക്കിതൊന്ന് തീയിലേക്ക് കാണിച്ചിട്ട് അവിടെയൊക്കെ നിൽക്കുന്ന നൂലിനെ എല്ലാം നമുക്കൊന്ന് കളയാം. നമ്മളത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് കയ്യിലേക്ക് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.